ഹായ് നമസ്കാരം. അങ്കമനയുടെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് വളരെ സ്നേഹത്തോടെ സ്വാഗതം. ലോക എന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ ഇത്തരത്തിലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെ പറയണം എന്ന് തോന്നി. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എൻ്റെ ചുറ്റും ഇപ്പോൾ കാക്കകൾ വട്ടമിട്ട് പറക്കുകയാണ്. നമ്മുടെ മിത്തുകളൊക്കെ ഒന്ന് ഓർമ്മ വരികയാണ് ഇപ്പോൾ. നമ്മുടെ മിത്തുകളും നമ്മളുടെ പുരാണങ്ങളും ഐതിഹ്യങ്ങളും എല്ലാം ഒരുപാട് സാധ്യതകളുള്ളതാണ് സിനിമകൾക്ക്. അങ്ങനെ നോക്കുമ്പോൾ ഒരു നല്ലൊരു പരീക്ഷണം തന്നെയാണ് ദുൽഖർ സൽമാൻ ലോക എന്ന ചിത്രത്തിലൂടെ കാഴ്ചവെച്ചിരിക്കുന്നത്. ചിത്രം കാണാതെ തന്നെ ഇത്രത്തോളം ആവേശം എന്നിൽ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അത് കണ്ടവരുടെ അഭിപ്രായം തന്നെയാണ്. കണ്ടതിന് ശേഷം കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിവ്യൂ ഞാൻ നിങ്ങൾക്ക് നൽകും. ഇതൊരു ന്യൂസ് മാത്രമാണ്, കിട്ടിയ അപ്ഡേറ്റുകൾ നിങ്ങളുമായി പങ്കുവെക്കുന്നു എന്ന് മാത്രം. ലോക എന്ന ചിത്രം ലോക ഹിറ്റിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. മലയാളം കണ്ട എക്കാലത്തെയും വലിയ വിജയ ചിത്രങ്ങളുടെ ലിസ്റ്റിൽ ഇനി ലോകയും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് കരുതാം. കാരണം ഇതുവരെ കിട്ടിയ എല്ലാ റിപ്പോർട്ടുകളും, എനിക്ക് ലഭ്യമായ എല്ലാ അറിവുകളും വെച്ച് നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ ഈ അടുത്ത കാലത്തൊന്നും ഇത്രയ്ക്ക് ഫുൾ സാറ്റിസ്ഫാക്ഷൻ നൽകിയ ഒരു സിനിമ വന്നിട്ടില്ല എന്നാണ് എല്ലാവരും പറയുന്നത്. ഒരേ മനസ്സോടെ തന്നെ അത് പറയുന്നുണ്ട്. ഒരു താര ആരാധനകൾക്കപ്പുറത്ത് നിന്ന് ജനങ്ങൾ സിനിമയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ഉറപ്പിക്കാം, അത് ഈ സിനിമയുടെ നിർമ്മാതാവിൻ്റെ വിജയം തന്നെയാണ്. ഒരിക്കലും നമ്മൾ പ്രതീക്ഷിച്ചില്ല ദുൽഖർ എന്ന ഒരു നിർമ്മാതാവിനെ കുറിച്ച് നമ്മൾ കൂടുതൽ വിലയിരുത്തിയില്ല എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹം തൽക്കാലം ഒരു ലാഭമുണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ഒരു ബിസിനസ് എന്നതിനപ്പുറം നമ്മളൊന്നും തന്നെ കരുതിയിരുന്നില്ല. പക്ഷേ ഇതൊരു വലിയ റിസ്ക്കാണ് അദ്ദേഹം എടുത്തു വെച്ചത്. ആ റിസ്കിന് വലിയൊരു ഫലം അദ്ദേഹത്തിന് ലഭ്യമായിരിക്കുന്നു എന്ന് വേണം കരുതാൻ. കാരണം അദ്ദേഹം ഈ എടുത്തിരിക്കുന്ന റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഈ ചിത്രത്തിൻ്റെ സംവിധായകൻ്റെ ആദ്യ ചിത്രം വലിയൊരു പരാജയമായിരുന്നു. തരംഗം എന്ന ഒരു മികച്ചൊരു സിനിമ തന്നെയായിരുന്നു അത്. കാരണം അതൊരു പരീക്ഷണ ചിത്രമായിരുന്നു. ആ പരീക്ഷണ ചിത്രത്തിന് വേണ്ടത്ര രീതിയിലുള്ള ഒരു ശ്രദ്ധ നേടിയെടുക്കാൻ അക്കാലത്ത് സാധിച്ചില്ല. ചിത്രം ഒരു പരാജയത്തിൽ കലാശിച്ചു. എന്നാൽ പിന്നീട് ഇത്രത്തോളം വർഷം ഗ്യാപ്പ് എടുത്തുകൊണ്ട് അദ്ദേഹം വലിയ രീതിയിൽ തന്നെ ഒരു തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. ആ തിരിച്ചുവരവിന് അക്ഷരാർത്ഥത്തിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് നൽകിയിട്ടുള്ളത് ദുൽഖർ തന്നെയാണ്. ദുൽഖർ അതും ഇത്ര വലിയൊരു ക്വാളിറ്റി പ്രൊഡക്റ്റായിട്ട് തന്നെ മലയാള സിനിമയ്ക്ക് എക്കാലത്തും അഭിമാനിക്കാവുന്ന, ലോക സിനിമയ്ക്ക് മുമ്പിൽ വയ്ക്കാവുന്ന ക്വാളിറ്റിയുള്ള ഒരു കണ്ടൻറ്റും, ക്വാളിറ്റി മാത്രമല്ല ചിത്രത്തിൻ്റെ പ്രൊഡക്ഷനിൽ എല്ലാ തരത്തിലും മികച്ച കഥാപാത്രങ്ങളെയും മികച്ച സാങ്കേതിക വിദഗ്ധരെയും മികച്ച അഭിനേതാക്കളെയും കൊണ്ടുവന്നു എന്നുള്ളതും അദ്ദേഹത്തിൻ്റെ ഒരു ദീർഘവീക്ഷണം തന്നെയാണ്. മാത്രമല്ല ചിത്രത്തിന് വലിയ രീതിയിലുള്ളൊരു പബ്ലിസിറ്റി ഒന്നും അദ്ദേഹം കൊടുത്തില്ല. അതും ചിത്രത്തിൻ്റെ ഒരു മികച്ചൊരു പബ്ലിസിറ്റി എന്ന് വേണം കരുതാൻ. പബ്ലിസിറ്റി കൊടുക്കാതിരിക്കലാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പബ്ലിസിറ്റി. ഒരുപക്ഷേ ഈ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് കിട്ടിയിരുന്നെങ്കിൽ ഇത്രത്തോളം വലിയൊരു വിജയമായി മാറുമായിരുന്നു എന്ന് ചോദിച്ചാൽ തീർച്ചയായും ചിത്രം വലിയൊരു വിജയമായി മാറും. ഹൈപ്പ് കൊടുക്കാതിരുന്നതുകൊണ്ട് ചിത്രത്തിന് ആദ്യ ദിവസത്തെ കളക്ഷൻ അല്പം ഇടിവ് സംഭവിച്ചെന്ന് മാത്രം. എന്നാൽ ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ ഉണ്ടാകുന്ന കാഴ്ച മറ്റൊന്നാണ്. ഗംഭീരമായിട്ടുള്ള റെസ്പോൺസാണ് തിയേറ്ററുകളിൽ നിന്ന് ചിത്രത്തിന് കിട്ടിയിരിക്കുന്നത്. 250ഓളം തിയേറ്ററുകളിലുണ്ടായിരുന്നത് ഇപ്പോൾ 75 സ്ക്രീനുകൾ കൂടിയിരിക്കുകയാണ്. 325 സ്ക്രീനുകളുമായി ചിത്രത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം ഗംഭീരമായിരിക്കുകയാണ്. മലയാള സിനിമ എക്കാലത്തും പല പല പുതിയ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ രീതികളും പരീക്ഷിക്കാറുണ്ട്. നമുക്കറിയാം 1993 ഓഫാബിയും അതുപോലെ തന്നെ സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണിയും ഒക്കെ വന്നതൊക്കെ ഏറ്റവും വർഷങ്ങൾക്ക് മുമ്പ് 1980കളിൽ നമുക്കറിയാം. 83-ലൊക്കെ നമ്മുടെ ഒരു വലിയൊരു വിസ്മയമായി 3D വിസ്മയമായി എത്തിയ കുട്ടിച്ചാത്തൻ, മാഡിയർ കുട്ടിച്ചാത്തൻ. ഞാൻ ഈ പറയുന്നതിൻ്റെ ഓർമ്മകളിൽ നിന്നാണ്. എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾ തിരുത്തണേ. കമൻറ്റ് ബോക്സിൽ ആ കാര്യങ്ങൾ പങ്കുവയ്ക്കണം. വർഷങ്ങളൊക്കെ ഒരു പക്ഷേ തെറ്റിയേക്കാം. എന്തായാലും ഈ പറഞ്ഞ ചിത്രങ്ങളാണ് ഞാൻ കണ്ടതിൽ വെച്ച് അത്തരത്തിൽ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിവേഷമുള്ള കഥാപാത്രങ്ങളും കഥാതന്തുവും പങ്കുവച്ചിട്ടുള്ളത്. ഒരുപാട് ഹൊറർ ചിത്രങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ആകാശഗംഗ പോലെയുള്ള വിനയൻ്റെ ചിത്രങ്ങളും അതിനു മുമ്പും അത്തരത്തിലുള്ള ഒരു യക്ഷിക്കഥകളും പ്രേതകഥകളും ഒക്കെ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു സൂപ്പർ ഹീറോ ജോണർ ഇതുവരെ മലയാളത്തിൽ അധികമായിട്ട് ആരും ഉപയോഗിക്കാത്തതാണ്. അങ്ങനെ 2021 മിന്നൽ മുരളി എന്ന ചിത്രത്തിലൂടെയാണ് അത്തരത്തിലുള്ളൊരു ഒരു വലിയൊരു വരണ്ട ഭൂമിയിലേക്ക് ഒരിറ്റ് വെള്ളം വീഴുന്നത് പോലെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആദ്യമായി വരുന്നത്. അങ്ങനെ മലയാളത്തിൽ ആദ്യമായിട്ട് വന്ന ആ ഒരു സൂപ്പർ ഹീറോ കഥാപാത്രം മിന്നൽ മുരളിയാണ്. മിന്നൽ മുരളി നേടിയ ഗംഭീരമായിട്ടുള്ള വരവേൽപ്പ് അത്തരത്തിൽ ചിന്തിക്കാൻ മറ്റു സിനിമാ സംവിധായകരെയും നിർമ്മാതാക്കളെയും പ്രേരിപ്പിച്ചിട്ടുണ്ടെന്ന കാര്യത്തിൽ വസ്തുതകളുണ്ട്. കഴിഞ്ഞ വർഷം നമുക്കറിയാവുന്നതുപോലെ AR എന്ന ചിത്രം ഉണ്ടാക്കിയ നേട്ടവും ഇതുപോലെ മുത്തശ്ശി കഥകളും അതുപോലെ തന്നെ മിത്തുകളെയും കൂട്ടുപിടിച്ചുകൊണ്ട് തന്നെയാണ്. ഇപ്പോൾ ഇത് അത്തരത്തിലൊരു സിനിമ വന്നിരിക്കുകയാണ്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലേക്ക് സിനിമ വളർന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യൻ സിനിമയിൽ തന്നെ നെടുന്തൂണായി മലയാള സിനിമ മാറുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ലോക സിനിമയ്ക്ക് മുമ്പിൽ ധൈര്യമായിട്ടെടുത്ത് വയ്ക്കാവുന്ന ഒരു
ക്വാളിറ്റി പ്രൊഡക്റ്റ് അങ്ങനെ മലയാളത്തിലും സംഭവിച്ചു കഴിഞ്ഞു. അതെ, അങ്ങനെ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ മലയാളികൾക്ക് ദുൽഖർ സമ്മാനിച്ചു കഴിഞ്ഞു. ദുൽഖറിൻ്റെ മികച്ച ഒരു സംവിധാന പാഠവും അദ്ദേഹത്തിൻ്റെ നിർമ്മാണ കലയിലുള്ള അദ്ദേഹത്തിൻ്റെ സംവിധാന പാഠവും, സംവിധായകൻ എന്ന നിലയ്ക്കല്ല ഞാൻ പറഞ്ഞത്, നിർമ്മാതാവ് എന്ന നിലയ്ക്കുള്ള അദ്ദേഹത്തിൻ്റെ ആ ഗംഭീര പാഠവത്തിനെ നമ്മൾ എത്ര പ്രശംസിച്ചാലും മതിയാവുകയില്ല. കാരണം ഇത് വലിയൊരു പരീക്ഷണം തന്നെയായിരുന്നു, റിസ്ക് തന്നെയായിരുന്നു അദ്ദേഹം ഏറ്റെടുത്തത്. 30 കോടി ബഡ്ജറ്റിൽ ഇത്തരത്തിൽ യുവതാരങ്ങളെ, അതും താരതമ്യേന പുതുമുഖങ്ങളെന്ന് പറയുന്ന താരങ്ങളെ വെച്ചുകൊണ്ട് തുടർച്ചയായിട്ട് വലിയ വൻ വിജയങ്ങളൊന്നുമില്ലാത്ത പല നടന്മാരെ വെച്ചുകൊണ്ട്, നടിമാരെ വെച്ചുകൊണ്ടൊക്കെ എടുക്കുക എന്നൊക്കെ പറയുന്നത് അത് വലിയ റിസ്ക് തന്നെയാണ്. നസ്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരുപാട് വിജയ ചിത്രങ്ങൾ പങ്കുകൊണ്ട ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് ആരാധകരുണ്ട്. പക്ഷേ പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ സ്ഥിരം കോമഡി പാറ്റേണിൽ പോകുന്നതാണ് കാണുന്നത്. അപ്പോൾ ഞാനും പ്രതീക്ഷിച്ചത് ഈ സിനിമ അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കും, അല്ലാതെ വലിയൊരു കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല എന്ന് കരുതിയത്. ചിത്രത്തിൻ്റെ ടീസറും ട്രെയിലറൊക്കെ വരുന്നത് വരെ ആർക്കും ഈ ഒരു സിനിമ റിലീസാവുന്നതിനെ കുറിച്ച് വലിയ ധാരണയൊന്നും ഉണ്ടായിരുന്നില്ല. ഓണത്തിന് ഇങ്ങനൊരു സിനിമ വരുന്നുണ്ട്, ഓണത്തിന് ഇത്തരത്തിലൊരു സിനിമ വരുന്നുണ്ട് എന്നല്ലാതെ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ആരും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത് വളരെയേറെ മാറ്റമാണ് മലയാള സിനിമയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മളാരും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് ഈ സിനിമ മലയാള സിനിമയെ വലിയൊരു ഹൈപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരിക്കുകയാണ്. തിയേറ്ററിൽ നിന്ന് ആളുകൾ ഇറങ്ങി വരുമ്പോൾ അത് നെഞ്ചുയർത്തി അഭിമാനത്തോടെയാണ്, ഞാനൊരു മലയാളിയാണ് എന്നുള്ള അഭിമാനത്തോടെ, മലയാളത്തിൽ നിന്ന് ഇത്തരത്തിലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് സിനിമാ മേഖലയിൽ വന്നുവല്ലോ എന്നുള്ള നിറഞ്ഞ മനസ്സോടെ അഭിമാനത്തോടെ ഇറങ്ങി വരുന്ന തിയേറ്ററിലെ പ്രേക്ഷകനെ കാണുമ്പോൾ കണ്ണു നിറയുന്ന കാഴ്ച അത്യന്തം അപൂർവമാണ്. അതുതന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. മലയാള സിനിമയുടെ ആ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് ആണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഒരു പക്ഷേ 4th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വണ്ടി നമ്മൾ പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറത്തുള്ള ഹൈ വോൾട്ടേജിലേക്ക് അത്തരത്തിലുള്ള ഒരു വലിയ ഷിഫ്റ്റ് ഗിയറിൻ്റെ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഗിയർ ഷിഫ്റ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. മലയാള സിനിമയ്ക്ക് ഇനി എത്രത്തോളം മുകളിലേക്ക് പോകാമെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. മലയാള സിനിമ ഇന്ന് നമ്മൾ കാണുന്നത് അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരുപാട് പേരുടെ കഷ്ടതകളുണ്ട്, കഷ്ടപ്പാടുകളുണ്ട്, പരീക്ഷണങ്ങളുണ്ട്. അതൊക്കെ തന്നെ വിലവെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇപ്പോൾ ദുൽഖർ എടുത്തിരിക്കുന്ന ഈ വലിയൊരു സാഹസത്തിന് അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. പ്രിയപ്പെട്ട DQ, നിങ്ങളുടെ വിജയമാണിത്, അല്ലാതെ മറ്റാരുടെയുമല്ല. നിങ്ങളെ പലരും ഫേസ്ബുക്കിൽ പരിഹസിക്കുന്നത് കണ്ടു. കാരണം നിങ്ങളുടെ കിങ് ഓഫ് കോത്ത ഇവിടെ ഒരു വലിയ വിജയമായി മാറിയില്ല. പക്ഷേ നിങ്ങൾ മറ്റു നാടുകളിൽ വലിയ വിജയം നേടുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞു മലയാളത്തിൽ അഭിനയിക്കാൻ ഭയമുള്ളതുകൊണ്ട് അദ്ദേഹം ഓടി ഒളിക്കുകയാണെന്ന്. പക്ഷേ അതല്ല വാസ്തവമെന്ന് ഇന്ന് ഞങ്ങൾ അറിയുന്നു. കാരണം തെലുങ്കിലും കന്നഡയിലും തമിഴിലും ബോളിവുഡിലുമെല്ലാം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിരിക്കുന്ന സ്ഥാനമാനങ്ങളും നിങ്ങളുടെ ബന്ധങ്ങളും ഈ സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടുണ്ടാക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മലയാള സിനിമ അതുവഴി മലയാളം എല്ലായിടത്തും അംഗീകരിക്കപ്പെടുന്നു എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. ഈ കാലഘട്ടത്തിൽ അതും ക്വാളിറ്റി പ്രൊഡക്റ്റ് കൊണ്ട് നിങ്ങൾ ആളുകളെ നേടിയെടുക്കുമ്പോൾ, വെറും വായ്ത്താരി കൊണ്ടല്ല, നിങ്ങളുടെ കഠിനപ്രയത്നം കൊണ്ട് നിങ്ങളത് നേടിയെടുക്കുമ്പോൾ അത് നിങ്ങളിലെ മികച്ച കലാകാരനെയാണ് ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുവരുന്നത്. നിങ്ങളൊരു മികച്ച ബിസിനസ്മാൻ മാത്രമല്ല, മികച്ചൊരു കലാകാരൻ കൂടിയാണെന്ന് തെളിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല അപ്പോൾ നിങ്ങളുടെ ഹാർഡ് വർക്കിനൊപ്പം നിങ്ങളുടെ ഭാഗ്യവും ദൈവ അനുഗ്രഹവും ആളുകളുടെ പ്രാർത്ഥനകളും ആളുകളുടെ സപ്പോർട്ടും കൂടെ നിൽക്കുമ്പോൾ നിങ്ങളൊരു വലിയ വിജയം നേടുന്ന ഒരു നിർമ്മാതാവായി മാറും. പ്രിയപ്പെട്ട ദുൽഖർ, നിങ്ങളുടേതാണ് ഈ ഓണം. നിങ്ങൾക്ക് 2023 താരമെന്ന നിലയിലും ഒപ്പം നിർമ്മാതാവെന്ന നിലയിലും കൈകൊള്ളിയപ്പോൾ നിങ്ങൾ വളരെയധികം വേദനിച്ചു എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ ആ വേദനകൾക്ക് ഇപ്പോൾ ഒരു മാധുര്യമുണ്ട്, അല്ലേ? ആ മാധുര്യത്തിലേക്ക് തന്നെയാണ് നിങ്ങളുടെ കഷ്ടപ്പാടുകൾ നിങ്ങളെ കൊണ്ടുചെന്നെത്തിച്ചത്. എപ്പോഴും നമുക്ക് ഉറച്ചു വിശ്വസിക്കാം, ഒരു ഹാർഡ് വർക്കിനും ഫലം കിട്ടാതിരിക്കില്ല. താൽക്കാലികമായ പരാജയങ്ങൾ ഉണ്ടാകുമ്പോഴും അവസാനം കഷ്ടപ്പെടുന്നവന് വിജയം വരും. വിജയത്തിൻ്റെ മധുരം അവന് നുണയാനും സാധിക്കും. അങ്ങനെ ദുൽഖർ അദ്ദേഹത്തിൻ്റെ വലിയ കഴിവ് വീണ്ടും വീണ്ടും തെളിയിക്കട്ടെ. മികച്ച സിനിമകൾ അദ്ദേഹം നിർമ്മിക്കട്ടെ, മികച്ച സിനിമകളുടെ ഭാഗമാകട്ടെ, അഭിനയിക്കട്ടെ. മലയാള സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് ഇനിയും സാധിക്കട്ടെ. ലോക എന്ന ചിത്രത്തിലൂടെ ഇപ്പോൾ നേടിയെടുത്തിരിക്കുന്ന വിജയം തുടർന്നു പോകുവാൻ 2ാം ഭാഗത്തിലും അതിന് 3ാം ഭാഗത്തിലും എന്തായാലും 3-4 ഭാഗങ്ങൾ ചിത്രത്തിൽ ഉണ്ടാകുമെന്ന് സംവിധായകൻ പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കാര്യം ഉറപ്പിക്കാൻ, ചിത്രത്തിലെ വലിയ കാമിയോകളെ കുറിച്ചൊന്നും ഞാൻ അവിടെ പറയുന്നില്ല. പല കാമിയോകളുണ്ടെന്ന് നമുക്കറിയാം. സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും ദുൽഖറിന് വലിയ വിജയാശംസകൾ നേരുകയാണ്. പല സോഷ്യൽ മീഡിയയിലും അദ്ദേഹത്തിൻ്റെ വിജയമല്ല സംവിധായകൻ്റെ വിജയമായി മാത്രം ഇതിനെ കൊട്ടിഘോഷിക്കുമ്പോൾ കഷ്ടം തോന്നുകയാണ്. കാരണം ഇത്തരത്തിൽ അദ്ദേഹത്തിനെ നിങ്ങൾക്ക് വെറുക്കാൻ മാത്രം അദ്ദേഹം എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മതമോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാപ്പയോടുള്ള വിരോധമോ മൂലമോ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ കേവലം ശിശുക്കളാകുന്നതിൻ്റെ, ശിശു എന്ന് പറഞ്ഞാൽ അപമാനിക്കാൻ പറ്റത്തില്ല, കേവലം പുൽക്കൊടിക്ക് തുല്യമാകുന്നതിൻ്റെ വലിയ പ്രതീകമായി മാറുകയാണ്. കഷ്ടം തോന്നുകയാണ് അത്തരത്തിൽ ചിന്തിക്കുന്നവരോട്. എനിക്കൊന്നും പറയാനില്ല. ഒരു കാര്യം ഉറപ്പിക്കാം, ദുൽഖർ അദ്ദേഹത്തിൻ്റെ
പിതാവിനേക്കാൾ ഉന്നതങ്ങളിലേക്ക് തന്നെയാണ് നടന്നെടുക്കുന്നത്. അദ്ദേഹം ലക്ഷ്യം വയ്ക്കുന്നത് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യത്തിന് അദ്ദേഹം കഠിനാധ്വാനം ചെയ്യുന്നു, അതിന് അദ്ദേഹം വിജയം വരിക്കുന്നു. അതിനിപ്പോൾ സംഘികളല്ല മറ്റാര് തന്നെ അദ്ദേഹത്തിനെ എതിർത്താലും അദ്ദേഹം വിജയിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ സിനിമയെക്കുറിച്ച് പറഞ്ഞു കേട്ടു. അദ്ദേഹത്തിൻ്റെ ഈ സിനിമയെ ഒരുപക്ഷെ അതിലെ ചില കണ്ടൻറ്റുകൾ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. കാരണം അവർ പറയുന്ന രാഷ്ട്രീയത്തിന് എതിരായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മിത്തുകളിലുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന രാഷ്ട്രീയത്തിൻ്റെ എതിര് സംസാരിക്കുന്ന ഒരു സിനിമ വരുമ്പോൾ അതിനെ എതിർക്കുക എന്നുള്ളത് അവരുടെ സ്വാഭാവികമായിട്ടുള്ള ശൈലിയാണ്. ചിത്രത്തിൻ്റെ വലിയ വിജയത്തിന് മുതൽക്കൂട്ടാകാൻ സംഘികളും കൂട്ടുപിടിച്ചിരിക്കുന്നത് ഇപ്പോൾ ജാതിമതം പറഞ്ഞുകൊണ്ടാണ്. ചിത്രത്തിൻ്റെ നായകനെ, അതുപോലെ തന്നെ സംവിധായകന്, നിർമ്മാതാവിൻ്റെ ജാതിയും മതവും തിരഞ്ഞുകൊണ്ട് സിനിമയെ പുറകോട്ട് വലിക്കാനും അതിനെ വേണ്ട ബോയ്ക്കോട്ട് പ്രഖ്യാപിക്കാനും അവർ അണിയറയിൽ ഒരുങ്ങുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഈ ചിത്രം ഇന്ത്യ കണ്ട വലിയ വിജയമായി മാറുമെന്ന്. പ്രിയപ്പെട്ട ദുൽഖർ, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നു. അങ്കമാലി ഡയറി ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുന്നു.